എറണാകുളം ജനറൽ ആശുപത്രിയിൽ പക്ഷാഘാത ചികിത്സ മുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ന്യൂറോളജിസ്റ്റ് ഇല്ലാതായതോടെയാണ് ഇവിടുത്തെ സ്ട്രോക്ക് യൂണിറ്റ് പൂട്ടിയത്. സംഭവം വിവാദമായതോടെ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയ ന്യൂറോളജിസ്റ്റ് 1 മാസം മുൻപ് തിരികെ എത്തിയെങ്കിലും യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നിഷ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല ഏതൊക്കെ രീതിയിലാണ് പരിതാപകരമായി കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ പക്ഷാഘാത ചികിത്സ മുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിലേറെയായി എന്നുള്ളതാണ്. സംഭവം വിവാദമായതോടെ അവിടെ ന്യൂറോളജിസ്റ്റിനെ തിരികെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ സ്ട്രോക്ക് യൂണിറ്റ് ഇപ്പോഴും പൂട്ടി തന്നെ കിടക്കുകയാണല്ലേ? രോഹിണി, നമുക്കറിയാം എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലെയും ഒപ്പം തന്നെ സമീപ ജില്ലകളിലെയും ഒക്കെ പാവപ്പെട്ട രോഗികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് എറണാകുളം ജില്ലാ ആശുപത്രി. ഇവിടെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളത്. 2 വർഷത്തിനിടയിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് വേണം, അല്ലെങ്കിൽ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സൗകര്യം ഉണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥലം, എറണാകുളം പോലെയുള്ള നിരവധി പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി, അവിടെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവതരമാണ് ആ സംഭവം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ എത്തുന്ന രോഗികൾക്ക്, അതായത് പെട്ടെന്ന് സ്ട്രോക്ക് പോലെ വന്ന് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇതിനുള്ള ചികിത്സ ഇവിടെ ഇല്ല. അതിനു പകരം ഇവിടെ നിന്നും സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ റെഫർ ചെയ്യാറാണ് പതിവ്. അവിടെയുള്ള ഡോക്ടർമാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗൗരവമായ ഒരു കാര്യം പുറത്ത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ 2016 പക്ഷാഘാതത്തിനുള്ള നൂതന ചികിത്സാ രീതി നിലവിൽ വന്നത്. ആ സമയത്ത് അവിടെ ന്യൂറോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നായിരുന്നു ഈ സ്ട്രോക്ക് യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 2019 അവിടെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ശ്രീദീപൻ ചാർജ് എടുത്തതിന് ശേഷം 2019 മുതൽ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഡോക്ടർക്ക് സ്ഥലമാറ്റം വന്നു, ഡോക്ടർ ഇടുക്കിയിലേക്ക് പോയി. പിന്നീട് അവിടെ ആ സമയത്ത് ട്രാൻസ്ഫറായി മറ്റൊരു ന്യൂറോളജിസ്റ്റ് എത്തി എങ്കിൽ പോലും അവർ കൊല്ലം ജില്ലക്കാരിയാണ്. അങ്ങനെ കൊല്ലം ജില്ലയിൽ ഈ ന്യൂറോളജി സംവിധാനം ഇല്ലാത്ത ഒരു ആശുപത്രിയിലേക്ക് അവർ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി പോയി. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന അന്ന് സൂപ്രണ്ടായിരുന്നത് ഡോക്ടർ അനിതകുമാരിയായിരുന്നു. സൂപ്രണ്ട് സമ്മതിക്കാതെ അവർക്ക് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി കൊല്ലത്തേക്ക് പോകാൻ ആദ്യം സാധിച്ചില്ല. ആ സമയത്ത് പോലും ഇവർ കൃത്യമായ ആശുപത്രിയിൽ വന്നിരുന്നില്ല. പിന്നീട് നിലവിലെ സൂപ്രണ്ട് 2 വർഷം മുമ്പാണ് അവിടെ എത്തിയത്. ആ സൂപ്രണ്ട് വന്ന സമയത്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫറായി വന്ന ന്യൂറോളജിസ്റ്റ്, അവർ ഒരു ലേഡിയാണ്. അവർ കൊല്ലത്തേക്ക് സ്ഥലമാറ്റം വാങ്ങി വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി പോയി. പിന്നീട് 2 വർഷത്തോളമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റ് എന്ന ഒരു തസ്തികയില്ല. നിലവിൽ ഈ രേഖകളിൽ അവിടെ ന്യൂറോളജിസ്റ്റ് ഉണ്ട്. പക്ഷേ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി അവർ കൊല്ലത്താണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ന്യൂറോളജിസ്റ്റിൻ്റെ സേവനം 2 വർഷമായി എറണാകുളം ജനറൽ ആശുപത്രിയിലില്ല. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുമില്ല. ഈ സംഭവമൊക്കെ ഈ അടുത്തിടെ വിവാദമായതോടുകൂടി കോട്ടയം ആശുപത്രിയിൽ സ്ത്രീ മരിച്ച സംഭവം ഉൾപ്പെടെ പുറത്ത് വന്നതിന് ശേഷം ഈ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റ് ഇല്ല എന്ന സംഭവം വിവാദമാവുകയും തുടർന്ന് ഈ മാസം ജൂലൈ ആദ്യം വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ക്യാൻസലാക്കി ഈ കൊല്ലത്തേക്ക് പോയ ആ ന്യൂറോളജിസ്റ്റിനെ തിരികെ കൊണ്ടുവന്നു. പക്ഷേ എങ്കിൽ പോലും അവർ കൃത്യമായി ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ 23 ഇന്നലെ 22 വരെയുള്ള തീയതികളിൽ അവർ വെറും 6 ദിവസം മാത്രമാണ് ആശുപത്രിയിൽ ജോലിക്ക് എത്തിയത്. ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്തായാലും ഈ ന്യൂറോളജിസ്റ്റ് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും അവർ കൃത്യമായി ജോലിക്ക് എത്തുന്നില്ല. വീണ്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവർ കൊല്ലത്തേക്ക് തന്നെ തിരികെ പോകാനുള്ള ശ്രമത്തിലുമാണ്. എന്തായാലും പാവപ്പെട്ട രോഗികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെയും ഒപ്പം തന്നെ സമീപ ജില്ലകളിലെയും പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റ് ഇല്ല എന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. രോഹിണി, ശരി. കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.